ഇവിടെ സാധാരണഗതിയിൽ ഒരു പ്രോപ്പർട്ടിയിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഡെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കാറുണ്ട്. അതായത് നമുക്ക് താമസിക്കാൻ വേണ്ടി മാത്രമാകുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം കിട്ടാറില്ല. പക്ഷേ ഈ പ്രോപ്പർട്ടി അങ്ങനെയല്ല. ഇതിപ്പോൾ 2 നിലകളും സെപ്പറേറ്റ് യൂണിറ്റ്സ് ആണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി ഉണ്ട്. അതും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. ഇപ്പം നമുക്കിതിൽ ഒരു നില മാത്രം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 20,000 രൂപയിൽ കുറയാനുള്ള ഒരു വരുമാനം കിട്ടുന്നുണ്ടാവും. പൂർണ്ണമായിട്ടും ഇഷ്ടികയിലും തേക്കും തടിയിലും പ്ലാവിൻ തടിയിലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഈ വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കല്ലാട്ടുമുക്കാണ്. അതായത് നമ്മുടെ മണക്കാട് കഴിഞ്ഞ് കല്ലാട്ടുമുക്ക് എന്ന് പരവങ്കുന്ന് പോകുന്ന വഴി വലത്തോട്ട് ഇന്ത്യ ഗാർഡൻസ്. ഈ ഇന്ത്യ ഗാർഡൻസ് ഈ ഒരു ലേൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി വേറെ കണക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി കണക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഒരു സാധാരണഗതിയിൽ മണക്കാട് അല്ലെങ്കിൽ കല്ലാട്ടുമുക്കൊക്കെ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഈ അകത്ത് കയറുന്ന റോഡ് വേറെ പലയിടത്തും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാറുണ്ട്. ഈ ഇന്ത്യ ഗാർഡൻസിനകത്ത് നമുക്ക് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. മെയിൻ റോഡിൽ നിന്ന് 300 മീറ്ററിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമുക്ക് ഈ വീട് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 സെന്റിൽ 3200 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 നിലകളിലായിട്ടുള്ള വീടാണ്. മുൻവശം നോക്കി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കിട്ടും. 3 വണ്ടികൾ നമുക്കിവിടെ ഒരു കവേർഡ് പാർക്കിംഗ് കിട്ടും. അവിടെയും നമുക്ക് 2 വണ്ടി ബാക്ക് ടു ബാക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. അകത്തേക്കുള്ള ദൃശ്യങ്ങളാ. ഇത് നമ്മുടെ മുൻവശത്തെ വരാന്ത സ്പേസ് ആണ്. ഇവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത്. മുൻവശത്തുള്ള വാതില് കട്ടള എല്ലാം ചെയ്തിട്ടുള്ള തേക്കും തടിയാണ്. ഇതിന്റെ സെൻസേഴ്സ് ഉണ്ട് കണ്ടത്. ഇവിടെ ഇങ്ങനെ കൈവെക്കുമ്പോഴത്തേക്കും ലൈറ്റ് കത്തും. രാത്രിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ലൈറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇവിടെ കൈവച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രകാശം വരുന്നുണ്ടാവും. കയറി വരുമ്പോൾ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. കോമൺ ഏരിയ അത്യാവശ്യം നല്ല വലുതാണ്. കാരണം എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള പൈപ്പ് ഫിറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ വാഷ് ബേസിനായാലും എല്ലാം തന്നെ ജാഗ്വാർ പോലുള്ള പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. കിച്ചൺ വരുമ്പോഴത്തേക്കും ഒരു ഏസ്തെറ്റിക് ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഒരു അക്വയും ഒരു ഐവറി ഷെയ്ഡും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിമ്മിനി ആയാലും ഹോബായാലും എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡ്സ് ആണ്. ഫേബർ പോലുള്ള ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡുണ്ട്. ഇവിടെ നമ്മുടെ ഗ്യാസിന് പൈപ്പ് ലൈനായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ മേളത്തെ നിലയ്ക്കായാലും താഴത്തെ നിലയ്ക്കായാലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഗ്യാസിൻ്റെ കുറ്റി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണക്ഷൻ എടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ നമ്മുടെ ബാക്ക് യാർഡ് വരും. ഇവിടെ ആണെന്നുണ്ടെങ്കിലും ടാങ്കും സൗകര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെയിം ലേഔട്ടാണ്. താഴെയും മേളിലും 3 ബെഡ്റൂം വീതമുണ്ട്. ബാക്കി ഈ കോമൺ ഏരിയ എല്ലാം തന്നെ സെയിം ആണ്. ഇപ്പോൾ ഈ ബെഡ്റൂം വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇപ്പം എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അതിപ്പോൾ കമോഡായാലും അതല്ല നമ്മുടെ പൈപ്പ് ഫിറ്റിംഗ് ആയാലും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ്. ഇത് നമ്മുടെ 2ാമത്തെ റൂമാണ്. ആ റൂമിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ള റൂമാണ്. വെട്ടവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂം സ്പേസ് നേരത്തെ പറഞ്ഞതുപോലെ ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെയിം രീതിയിൽ തന്നെയാണ് ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം ഉണ്ട്. ഇതേ കണക്ക് തന്നെ നമുക്ക് മേളത്തെ നിലയിലും ഉണ്ട്. നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഇതിന് ഇതിപ്പോൾ 2 പേർക്ക് ഒരു ഫാമിലിക്ക് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാതിൽ യൂസ് ചെയ്ത് ഈ സ്റ്റെയർ റൂം ക്ലോസ് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതല്ല, ഇത് വേറൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴി പുള്ളിക്കകത്തേക്ക് കയറാൻ സാധിക്കും. നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ മാസം ഒരു 60,000 രൂപ EMI അടയ്ക്കുകയാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു 20,000 കിട്ടിയ ബേർഡൻ അത്രയും കുറഞ്ഞിരിക്കത്തില്ല. നമുക്കിതിൽ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ടവർ റൂം കണക്ക് കെട്ടി നിർത്തിയേക്കുവാണ്. ഇനി മേളിലൊരു നിലയും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് നമ്മുടെ അടുത്ത ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് ആണ്. ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ. അതായത് ഇതേ രീതിയിൽ തന്നെ കോമൺ സ്പേസ്, കിച്ചൺ, ബെഡ്റൂംസ് 3 അതേ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യാസം വരുന്നത് നമ്മുടെ ഈ ഒരു ബാൽക്കണി സ്പേസ് ആണ്. ഈ ബാൽക്കണി സ്പേസിൽ നിന്നുള്ള വിഷ്വൽ ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാ വെച്ചാൽ ചുറ്റുവട്ടം എല്ലാം തന്നെ ഇതുപോലുള്ള പ്രീമിയം വീടുകളാണ്. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയിലെ തന്നെ മെമ്പർ ആവാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബൈപ്പാസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. ഇനി അതല്ല സിറ്റിയുടെ അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമാണ്. അത്രയും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. എങ്ങനെയാ വെച്ചാൽ ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഈ കല്ലാട്ടുമുക്ക് ഏരിയ. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്.